ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. ഇത് 4ാമത്തെ എപ്പിസോഡാണ്. കാലിക്കറ്റിലുള്ള റീജിയണൽ സയൻസ് സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ആസ്ട്രോണമിയുടെയും ഗോളശാസ്ത്രത്തിൻ്റെ വിശാലമായ ഒരു എക്സിബിഷൻ സെൻറ്റർ ഉണ്ട്. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സ്വീകരിക്കുന്നത് ആദ്യം ഇതാണ്. നമ്മളവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ചാടിയാൽ നമ്മുടെ ചാട്ടത്തിൻ്റെ വിവിധ ആംഗിളുകളും അതിൻ്റെ കുറേ പഠനാർഹമായ ചില കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഹൈറ്റും കാണിക്കും. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളെക്കുറിച്ച്, ഇത് പൂർവിക ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചുള്ള സ്റ്റാച്യൂസുകളാണ്. അതുപോലെ തന്നെ അവിടുന്ന് ധാരാളം കാഴ്ചകളെമ്പാടും ഉണ്ട്. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചുള്ള ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെ ഒരു ജ്യോതിശാസ്ത്രത്തിൻ്റെ രാജകീയ പാരമ്പര്യത്തിനെ കുറിച്ചുള്ള ചില ഫോട്ടോസുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ജ്യോതിശാസ്ത്രത്തിൻ്റെ വിവിധ ഉപകരണങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒട്ടനവധി ഒരു എക്സിബിഷൻ തന്നെയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. നമുക്ക് മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഗോളശാസ്ത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് ആദ്യം അറിവ് തന്ന പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഇവിടെ വാനം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ടെലസ്കോപ്പിലൂടെ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയ വിവരണം ഇവിടെ ഉണ്ട്. വ്യത്യസ്തമായ ടെലസ്കോപ്പുകളുടെ പ്രദർശനം ഇവിടെയുണ്ട്. പഴയകാലത്താണെന്ന് തോന്നുന്നു. റഡാറുകൾ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നല്ലൊരു ഡിജിറ്റൽ സ്ക്രീനിൽ നന്നായിട്ടൊരു പ്രദർശനം തന്നെയുണ്ട്. നമ്മളെ കുട്ടികൾക്കും മറ്റുമൊക്കെ ഒരുപാട് പഠിക്കാനുള്ള, അതിന് മാത്രമായിട്ടുള്ള ഒരു സ്ക്രീനുകൾ ഇവിടെ. ഇത് മാത്രമല്ല, ഒരുപാട് സ്ക്രീനുകളുണ്ട്. അതിലൊന്നാണിത്. വലിയ സ്ക്രീനാണിത്. ഇതിലൂടെ നമുക്ക് കുറേ അറിവുകൾ നേടാൻ കഴിയും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും മറ്റുമൊക്കെ. ഇതൊക്കെ നമ്മൾ അവിടെ എടുക്കുന്ന ഒറ്റ ടിക്കറ്റിലൂടെ ചെറിയൊരു പൈസ, അതിലൂടെ ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ കഴിയും. കുട്ടികൾക്ക് 20, വലിയവർക്ക് 30 തോന്നുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടാകും. ഒരുപാട് കാണാനുണ്ട്. ഒട്ടനവധി എക്സിബിഷനുകളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗോളത്തിൻ്റെയൊക്കെ ഭൂമിയുടെയൊക്കെ സഞ്ചാരപഥങ്ങളെക്കുറിച്ചും സഞ്ചാരങ്ങളുടെ രീതിയെക്കുറിച്ചും സഞ്ചാര ശൈലിയെക്കുറിച്ചുമൊക്കെ ഇവിടെ അത് ശക്തമായി നേരിട്ട് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പ്രദർശനങ്ങളാണ് ഇവിടെ ഉള്ളത്. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ പ്രകാരമാണ് പതിക്കുന്നതെന്ന് കാണിച്ചു തരുന്നതാണ്. ഇവിടെ മറ്റൊരു ഡിജിറ്റൽ സ്ക്രീനുണ്ട്. അതും ശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള അറിവുകൾ നൽകും. അത് സൂര്യനെക്കുറിച്ചുള്ളതാണ്. അതിൽ ഭൂമി വരുന്നതും അതിൻ്റെ നേരിലുണ്ടാകുന്നതും അതിൻ്റെ ഗ്രഹണങ്ങളെക്കുറിച്ചൊക്കെയാണ് തോന്നുന്നു. ശരിക്കും ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് വായിച്ച് പഠിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ദിവസം കൊണ്ട് പോലും തീർക്കാൻ കഴിയാത്ത അത്രയും എക്സിബിഷനുകൾ, അതായത് കൗണ്ടറുകളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പഠിക്കാൻ അറിവ് നൽകുന്ന, ഒരുപാട് പഠനാർഹമായ ഒരുപാട്
സെൻറ്ററുകൾ ഇവിടെയുണ്ട്. ഇതെല്ലാം കണ്ട് തീർക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയമെടുക്കും. പ്രകാശത്തിൻ്റെ വ്യത്യസ്തമായ ഒരു ആംഗിൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ക്രീന്, ഡിജിറ്റൽ സ്ക്രീന് മാത്രമല്ല, മുകളിലൊക്കെ എല്ലാം ഗോളങ്ങളാണ്. ശരിക്കും ആകാശം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ ഗോളങ്ങളും മറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്കും മറ്റൊക്കെ മാത്രമല്ല, വിദ്യാർത്ഥികൾക്കും മാത്രമല്ല, മറ്റു പൊതുജനങ്ങൾക്കും അത് ഏറെ ഉപകാരപ്രദമായിരിക്കും. ഒരുപാട് അറിവുകൾ നേടാൻ ഇത് സഹായിക്കുന്ന, പ്രപഞ്ചം എന്ന് പറയുന്നത് പൊതുവെ ഉണർത്തുന്ന ഒന്നാണല്ലോ. അപ്പം അതിനെക്കുറിച്ചുള്ള നേരിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ വ്യൂ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു സയൻസ് പാർക്ക് തന്നെയാണിത്. ഒരുപാട് കാണാനുണ്ട്. എന്തായാലും നമ്മളത് പോയാൽ വെറുതെ ആവില്ല. അത് ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു നല്ല വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു പാർക്ക് തന്നെയായിരിക്കും. ഇനിയുമുണ്ട്. അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം. ഇത് ഒരുപാട് ലോങ് ആകുമെന്ന് പേടിച്ച് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.